ജോസഫ് പാംബ്ലാനി ബിഷപ്പ് തന്റെ ഐക്യദാർഢ്യം വിമതർക്ക് കൈമാറാൻ തന്റെ വിശ്വസ്തനെ അയക്കുകയും പരിശുദ്ധ മാർപ്പാപ്പയെ പോലും വെല്ലുവിളിച്ച് വിമത കുർബാന ചൊല്ലിച്ച് കത്തോലിക്ക സഭയെ വെല്ലുവിളിക്കുകയും വിശ്വാസികളെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ കീഴിലുള്ള കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാറി റെക്ടർ ഫാദർ ജേക്കബ് ചാണിക്കുഴി സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിമതർക്ക് ഐക്യദാർഢ്യവുമായി എറണാകുളത്ത് എത്തുകയും വൈക്കം ഫൊറോന പള്ളിയിൽ കത്തോലിക്ക സഭ വിലക്കിയ ജനാഭിമുഖ കുർബാന ചൊല്ലുകയും ചെയ്തു. കത്തോലിക്ക സഭയെ പരസ്യമായി വെല്ലുവിളിച്ച ഈ വ്യക്തിയെ ഒരു സെമിനാരിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിലനിർത്തി പാംബ്ലാനി ബിഷപ്പ് ആരോടാണ് കടമ നിർവഹിക്കുന്നതെന്നറിയാൻ വിശ്വാസികൾ കാത്തിരിക്കുന്നു. എറണാകുളത്തെ ചില വിശ്വാസികളുടെ ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. തലശ്ശേരി അതിരൂപതാധ്യക്ഷനും പെർമനന്റ് സിനഡ് അംഗവുമായ മാർ ജോസഫ് പാംബ്ലാനി പിതാവിന്റെ മൂക്കിന് താഴെ പ്രവർത്തിച്ചു വരുന്ന കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി റെക്ടർ ഫാദർ ജേക്കബ് ചാണിക്കുഴി സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നത് സീറോ മലബാർ സഭാപിതാക്കന്മാർ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികൾ പരിശീലനം നേടുന്ന ഈ സെമിനാരിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ സാമാന്യഗതിയിൽ തർക്ക വിഷയങ്ങളിൽ നിഷ്പക്ഷത പാലിക്കേണ്ടവരല്ലേ? മലബാർ സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മേജർ സെമിനാരിയുടെ റെക്ടറും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ചെയ്യേണ്ട റൂൾസ് ഓഫ് കോണ്ടക്റ്റിനെ പറ്റി അവർക്ക് അവബോധം നൽകിയിട്ടില്ലേ? രണ്ട് വെള്ളത്തിലും കാലു ചവിട്ടി തുഴയുന്ന ചാണിക്കുഴി അച്ഛന്റെ പ്രവർത്തനങ്ങൾ നീതീകരിക്കാൻ കഴിയുമോ? സെമിനാരിയിലായിരിക്കുമ്പോൾ ഏകീകൃത കുർബാന, പുറത്തായിരിക്കുമ്പോൾ ജനാഭിമുഖ കുർബാന. കൂടാതെ എറണാകുളം അതിരൂപതാംഗമായ അദ്ദേഹം സെമിനാരിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഇവിടുത്തെ വിമത പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ഗുരുതരമായ അച്ചടക്ക ലംഘനമായി കാണാതെ പോകുന്നത്? സഭയെ പിന്നിൽ നിന്ന് കുത്തുന്ന ഇമ്മാതിരി ചതിയന്മാരെ തൽസ്ഥാനങ്ങളിൽ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണോ? അദ്ദേഹത്തിന്റെ സ്വന്തം ഇടവകയായ വൈക്കം സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ ഇന്നലെ രാവിലെ നടന്ന ആദ്യത്തെ കുർബാനയിൽ വികാരി ഫാദർ ബെർക്കുമെൻസ് കൊടക്കനൊപ്പം നിയമവിരുദ്ധമായ ജനാഭിമുഖ കുർബാനയാണ് അദ്ദേഹം അർപ്പിച്ചത്. ഈ കുർബാന മധ്യേ വായിക്കേണ്ട മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ വായിച്ചതുമില്ല. വികാരിയച്ഛന്റെ ഈ വിമത പ്രവർത്തനത്തോട് സഹകരിച്ചത് വഴി അദ്ദേഹം തന്റെ ഉത്തരവാദിത്വത്തിലുള്ള സെമിനാരി വിദ്യാർത്ഥികൾക്ക് എന്ത് മാതൃകയാണ് നൽകിയത്? പിന്നെങ്ങനെ സഭയിൽ അച്ചടക്കം നിലനിർത്തും? അദ്ദേഹം പരിശീലനം നൽകി പുറത്തിറക്കുന്നത് സഭാധികാരികളെ അനുസരിക്കാത്ത നവവൈദികരെ ആവില്ലേ? ഇമാതിരി ആളുകളെ ഒരു സെമിനാരിയുടെ ഉന്നത സ്ഥാനത്ത് നിന്ന് എത്രയും വേഗം നീക്കം ചെയ്ത് സെമിനാരിയുടെ അന്തരീക്ഷം ശുദ്ധീകരിക്കണമെന്ന് ബന്ധപ്പെട്ട സഭാധികാരികളോട് ആവശ്യപ്പെട്ടോട്ടെ. ഒരുവന്റെ പാണ്ഡിത്യവും പ്രാഗൽഭ്യവുമല്ല സെമിനാരി റെക്ടർ ആവാനുള്ള അടിസ്ഥാന യോഗ്യത, മറിച്ച് അതോടൊപ്പം അയാളുടെ വിശ്വാസവും സഭാതലവനോട് അനുസരണയോടെയുള്ള വിധേയത്വവുമാണ്. ചാണിക്കുഴിയുടെ ചതിക്കുഴികളിൽ നിന്ന് സെമിനാരിക്കാരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ ചതിയൻ ചന്തുവിനെ എത്രയും വേഗം പുറത്താക്കുക തന്നെ വേണം.